So good morning everyone. Welcome back to your MS class. So today we are going to look at chapter number 4. We have already learned chapter number 3 yesterday. So today we can move on to chapter number 4. So do you have any doubts on chapter number 3? No, sir. No. No. Okay, so can we move on to chapter number 4? Yes, sir. Okay. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? Yes, sir. ഓക്കെ. Yes, sir. ജസ്റ്റ് വെയിറ്റ് ചെയ്യേ ഒരു സെക്കൻഡ്. So what's the title of today's chapter? എന്താ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്? Forgiving Father. Forgiving Father. Forgiving Father എന്ന മീനിങ് എന്താ അറിയാവോ? എല്ലാം കൊടുക്കുന്ന അച്ഛൻ. കൊടുക്കുന്ന അച്ഛൻ അല്ല, വേറെ അറിയാവോ ആർക്കെങ്കിലും? ഇല്ല, അറിയില്ല. ഓക്കെ. ഫോർഗീവിംഗ് എന്ന് വെച്ചാൽ ഫോർഗീവ് മീൻസ് ക്ഷമിക്കുക എന്ന അർത്ഥം കേട്ടോ. അതായത് ക്ഷമിക്കുന്ന അച്ഛൻ, ഫാദർ അച്ഛൻ. അപ്പൊ ഫോർഗീവിന്റെ മീനിങ് എന്താ? ക്ഷമിക്കുക. ഓക്കെ. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഫോർഗീവ്നെസ് അതായത് ക്ഷമിക്കുക. ഓക്കെ, എനിക്കിവിടെ ചെറിയൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഡിലേ ആവുന്നത്. ഓക്കെ. അഭയ് ഹാഡ് എ സൺ. അഭയ് എന്ന് പറയുന്ന ആളിന് ഒരു മകൻ ഉണ്ടായിരുന്നു. ഹി ലവ്ഡ് ഹിം വെരി മച്ച്. അദ്ദേഹം അഭയ് ആ മകനെ നന്നായി സ്നേഹിച്ചിരുന്നു. The father worked in the fields all day long, but the son was so lazy that he never helped his father. അതായത് the father, ആ അച്ഛൻ, worked in fields, ഈ വയലിൽ ആണ് വർക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നിലത്താണ് വർക്ക് ചെയ്തിരുന്നത്. ഓൾ ഡേ ലോങ്, ദിവസം മുഴുവനും വയലിലാണ് വർക്ക് ചെയ്തിരുന്നത്. ബട്ട് ദ സൺ, എന്നാൽ ആ മകൻ, വാസ് സോ ലേസി ദാറ്റ്, അവൻ ഭയങ്കര മടിയനായിരുന്നു. അത് മാത്രമല്ല, ഹി നെവർ ഹെൽപ്ഡ് ഹിസ് ഫാദർ, അവൻ ഒരിക്കലും അവന്റെ അച്ഛനെ സഹായിച്ചിരുന്നില്ല. അതായത് അഭയ് എന്ന ആൾക്ക് ഒരു മകനുണ്ടായിരുന്നു. അദ്ദേഹം ആ മകനെ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു. ഈ ദിവസം മുഴുവനും ആ അച്ഛൻ വയലിൽ പണിയെടുക്കുമായിരുന്നു. പക്ഷെ ആ മകനോ ഭയങ്കര ലേസിയും, ആൻഡ് ഹി നെവർ ഹെൽപ്ഡ് ഹിസ് ഫാദർ, അവന്റെ അച്ഛനെ ഒരിക്കൽ പോലും സഹായിക്കുകയും ചെയ്യത്തില്ലായിരുന്നു. ഹി ഓൺലി ലൈക്ക് ടു ഹാവ് എ ഗുഡ് ടൈം വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അതായത് അവന്റെ താല്പര്യം എന്ന് പറയുന്നത് ഫ്രണ്ട്സിനോടൊപ്പം എപ്പോഴും ആയിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോ ഹാവ് എ ഗുഡ് ടൈം, അതായത് നല്ല സമയം അത്രയും ചിലവഴിക്കുന്നത് വീട്ടിലല്ല, അവന്റെ ഫ്രണ്ട്സിനോടായിരുന്നു.
One day he told his father, ഒരു ദിവസം അവൻ അവന്റെ അച്ഛനോട് പറഞ്ഞു, ഫാദർ, യു ആർ ഓൾഡ്. അച്ഛ, നിങ്ങൾ വയസ്സായിരിക്കുന്നു. സൂൺ യു ആർ ഗോയിങ് ടു ഡൈ. നിങ്ങൾ ഉടനെ തന്നെ മരിക്കാൻ പോവുകയാണ്. ദെൻ യു വിൽ ലീവ് മീ സം മണി. അങ്ങനെ ആവുമ്പോൾ ഇത് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് പൈസ ബാക്കി വെച്ചിരിക്കുമല്ലോ. കാര്യം അച്ഛന്റെ സ്വത്തെല്ലാം മകനുള്ളതല്ലേ. അപ്പൊ എന്തായാലും ആ പൈസ അവിടെ വച്ചിരിക്കും. സോ ദെൻ യു വിൽ ലീവ് മീ സം മണി. കുറച്ച് പൈസ എനിക്ക് അവിടെ വച്ചിരിക്കുമല്ലോ. വൈ ഡോണ്ട് യു ഗീവ് മീ ദാറ്റ് മണി നൗ? എനിക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുള്ള ആ പൈസ ഇപ്പൊ എന്തുകൊണ്ടാ എനിക്ക് തരാൻ പറ്റാത്തെ? അല്ല എങ്കിൽ ഇപ്പൊ എനിക്ക് തന്നുകൂടെ? വൈ ഡോണ്ട് യു ഗീവ് മീ? എനിക്ക് എന്തുകൊണ്ട് തന്നൂടാ ഈ ഒരു പൈസ ഈ സമയത്ത്? ഐ വോണ്ട് ടു ട്രാവൽ ആൻഡ് സീ ദ വേൾഡ്. അതായത് എനിക്ക് ട്രാവൽ ചെയ്യണം, യാത്ര ചെയ്യണം, ധാരാളമായി യാത്ര ചെയ്യണം. ആൻഡ് സീ ദ വേൾഡ്, എനിക്ക് ലോകം മുഴുവനും ചുറ്റിക്കാണണം. അപ്പോൾ ഇത്രയും മനസ്സിലായോ? Okay. The father was very sad to hear this. ആ അച്ഛന് ഇത് കേട്ടപ്പോൾ, മോന്റെ ഇങ്ങനെയുള്ള മറുപടി കേട്ടപ്പോൾ ആ അച്ഛന് ഭയങ്കര സങ്കടമായി. Nevertheless, he gave his son the money he had asked for. എന്നിരുന്നാലും, എന്നിരുന്നാലും he gave his son, അവന് അതായത് ആ അച്ഛൻ ആ മകന് കൊടുത്തു. എന്ത്? the money, ആ പൈസ, അവൻ ചോദിച്ച മണി, അത് he had asked for, അവൻ ചോദിച്ച പൈസ അത്രയും അവന് കൊടുത്തു. എന്തിലേക്ക് വേണ്ടിയിട്ടാ ആ പൈസ കൊടുത്തത്? ആരെങ്കിലും പറഞ്ഞേ? അൺമ്യൂട്ടെ. ലോകം ചുറ്റിക്കറങ്ങാൻ. to travel around the world. Travel and see the world. Okay. The son traveled from place to place. The son, ആ മകൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഈ പല പല സ്ഥലത്തേക്ക്, ഓരോ സ്ഥലത്തേക്ക് മാറി മാറി ട്രാവൽ ചെയ്യാൻ തുടങ്ങി. He had a good time with new friends. അവന് കുറെ ഫ്രണ്ട്സിനെ കിട്ടി, പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അവന് ആ ഫ്രണ്ട്സുമായിട്ട് നല്ലൊരു സമയം പങ്കിടാനായിട്ട് സാധിച്ചു. ഹി ഹാഡ് എ ഗുഡ് ടൈം, നല്ലൊരു സമയം ചിലവഴിക്കാനായിട്ട് പറ്റി. ആരോടൊപ്പം? വിത്ത് ന്യൂ ഫ്രണ്ട്സ്, ആ പുതിയ ഫ്രണ്ട്സുമായിട്ട്. As his money began to run out, his friends started leaving him. As his money began to run out. Run out എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓടുക എന്നല്ല അർത്ഥം, തീരുക. അതായത് അവന്റെ ആ പൈസ, അവൻ കൊണ്ടുപോയ പൈസ അത്രയും തീരാൻ തുടങ്ങിയപ്പോൾ, began to run out, അതായത് ആ ഒരു പൈസക്ക് ബുദ്ധിമുട്ടായപ്പോൾ, ഷോർട്ടേജ് വന്നപ്പോൾ, his friends started leaving him. His friends, അവന്റെ കൂട്ടുകാര് അവനെ started തുടങ്ങി, leaving him, അതായത് അവനെ ഇട്ടിട്ട് പോകാൻ തുടങ്ങി. അവനെ വിട്ടിട്ട് പോയി, അവന്റെ കൂടെ, അതായത് അവരുടെ കൂടെ കൂട്ടിയില്ല. അപ്പോ പൈസ ഉണ്ടായിരുന്നപ്പോൾ ആ ഫ്രണ്ട്സ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പൈസ തീർന്നപ്പോൾ അവർ അവനെ വിട്ടിട്ട് പോയി. A day came when he had no money left with him. A day came, ഒരു ദിവസം വന്നെത്തി. When he had no money left with him. അവന് ഒരു പൈസയും കയ്യിലില്ലാത്തവണ്ണം ഒരു ദിവസം വന്നെത്തി. അൻസിലിന് ഉറക്കം വരുന്നോ? അൻസിൽ അൺമ്യൂട്ട് ചെയ്ത്. അൻസിൽ ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ. ഇനിയും കാണാം കേട്ടോ, നിങ്ങൾ എല്ലാരും ഇനിയും കാണാം. ഓക്കെ. എനിവേ, സോ നമ്മൾ വായിച്ചു, എ ഡേ കെയിം വെൻ ഹി ഹാഡ് നോ മണി ലെഫ്റ്റ് വിത്ത് ഹിം. ഒരു ദിവസം വന്നെത്തി, അവന്റെ കയ്യില് ഒരു പൈസയും ഇല്ലാത്ത ഒരു ദിവസം വന്നെത്തി. All his friends had left him by then.
all his friends, അവന്റെ എല്ലാ കൂട്ടുകാരും had left him, അവനെ ഉപേക്ഷിച്ചിരുന്നു by then. അതായത് ആ പൈസ തീർന്ന സമയം കൊണ്ട് അവരെല്ലാരും അവന്റെ കൂട്ടുകാരെല്ലാരും അവനെ ഉപേക്ഷിച്ചിരുന്നു. He had nowhere to go. അവനപ്പോൾ ഒരിടവും പോകാൻ പറ്റുന്നില്ലായിരുന്നു. and nothing to eat. അവൻ ഒരിടവും പോകാൻ nowhere, ഒരിടത്തും to go, പോകാൻ പറ്റുന്നില്ല. and nothing to eat. അവനൊന്നും കഴിക്കാനും ഇല്ലായിരുന്നു. He found himself sitting with pigs. അവൻ എവിടെയായിരുന്നു? സിറ്റിംഗ് വിത്ത് പിഗ്സ്, അതായത് പന്നികളുടെ കൂട്ടത്തില് അവൻ ഒന്നൊരു പണിയെടുക്കുന്നതാവാം, അല്ലായെങ്കിൽ അതിന്റെ കൂടെ ആവേണ്ട ഒരു അവസ്ഥ അവന് ഉണ്ടായി. He had to eat what the pigs were eating. He had to eat, അവൻ കഴിക്കേണ്ടി വന്നു what the pigs were eating. അതായത് ഈ പന്നി കഴിക്കുന്ന ആഹാരം അവന് കഴിക്കേണ്ടി വന്നു. He missed home. അവന്റെ വീടിനെ മിസ് ചെയ്യാൻ തുടങ്ങി. അതായത് അവന്റെ ഓർമ്മകൾ, അല്ല വീട്ടിൽ അവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, വീട്ടിൽ നല്ല ആഹാരം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും പന്നിയുടെ ആഹാരം കഴിക്കുന്നു, അല്ലാതെ ആഹാരമില്ല, കൂട്ടുകാരില്ല, പൈസയില്ല, ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം. He missed his father. അവൻ അവന്റെ അച്ഛനെ കുറിച്ചും ഓർത്തുപോയി. He wanted to return home, but he was afraid that his father would not forgive. He wanted to return home. അതായത് അവന്റെ വീട്ടിൽ തിരിച്ചെത്തണം എന്നുണ്ടായി. But he was afraid. But എന്നാലും അവന്റെ മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു, that his father would not forgive. അവന്റെ അച്ഛൻ അവനോട് ക്ഷമിക്കത്തില്ല എന്ന് ഒരു പേടി അവനുണ്ടായത്. എന്തുകൊണ്ട് അവനങ്ങനെ തോന്നാൻ കാരണം? അതായത് why did he felt father would not forgive him? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നാൻ കാരണം? ആരെങ്കിലും പറഞ്ഞേ? ദേവിക. എന്തുകൊണ്ടായിരിക്കാം അവനങ്ങനെ തോന്നാൻ കാര്യം? അൺമ്യൂട്ട് ദേവിക. ഞാൻ പറയാം. ദേവിക ഒന്ന് പറയുമെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ജമീമയിലേക്ക് വരാം കേട്ടോ. ആ ദേവിക പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്ത് പറയും. എന്തുകൊണ്ടായിരിക്കാം അവനങ്ങനെ തോന്നാൻ കാര്യം? അറിയത്തില്ല. ഓക്കെ, ജമീമ പറഞ്ഞേ. അങ്ങനെ അവന്റെ അച്ഛനോട് നീ മരിക്കും, എനിക്ക് കുറച്ച് പൈസ തരാൻ പറഞ്ഞതുകൊണ്ട് അവൻ അങ്ങനെ തോന്നാൻ കാരണം. ശരി, ഇനി വേറെ ആർക്കെങ്കിലും ആൻസർ പറയണോ? അതിൽ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആദിത്യൻ. എന്തുകൊണ്ടായിരിക്കും ഈ മകന് അവന്റെ അച്ഛൻ ഫോർഗീവ് ചെയ്യത്തില്ല, ക്ഷമിക്കത്തില്ല എന്ന് തോന്നാൻ കാര്യം എന്താ? പൈസ എല്ലാം തീർന്നെന്ന് വഴക്ക് പറഞ്ഞെന്ന് വിചാരിച്ച്. ഓക്കെ, പൈസ എല്ലാം തീർന്നെന്ന് വിചാരിച്ച്. ഓക്കെ, അടുത്ത് നമ്മുടെ നിതിൽദാസ്. അൺമ്യൂട്ട് എന്നിട്ട് പറയും. എന്തുകൊണ്ടായിരിക്കും? അറിയാവോ? അറിയത്തില്ല. അസൻ. അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടായിരിക്കാം? അവൻ അച്ഛൻ്റെ ചോദിച്ച പണം തിരിച്ചു കൊണ്ടുവന്നില്ലെന്നും പറഞ്ഞു വഴക്ക് പറയുന്നും പറഞ്ഞു. ഓക്കെ, അടുത്ത് ജോവിറ്റ. അൺമ്യൂട്ട് എന്നിട്ട്.
അൺമ്യൂട്ട് ചെയ്. ഇപ്പൊ മ്യൂട്ടാ. ഓക്കെ, പറഞ്ഞു. ഇനി പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു. അവന്റെ കാശ് എത്ര തീർന്നപ്പോ ഇനി എങ്ങനെ അച്ഛൻ ഒരു വഴക്ക് പറയുന്നൊരു പേടിയാണ് മനസ്സിൽ. ഓക്കെ, അവിധാൻ ആൻഡ് അഡോൺ, എന്തായിരിക്കും കാര്യം? അൺമ്യൂട്ട് ചെയ്. എന്തായിരിക്കും കാര്യം? അവന്റെ കയ്യില് പൈസ എല്ലാം തീർന്നുകൊണ്ട് അവന്റെ അച്ഛൻ്റെ അടുത്താകുമ്പോ വഴക്ക്. ഓക്കെ, പക്ഷേ നിങ്ങൾ നേരത്തെ ജമീമ പറഞ്ഞ ആൻസർ കേട്ടായിരുന്നോ? അതായത് നമ്മളിവിടെ ആദ്യം പറഞ്ഞായിരുന്നു അവൻ അവന്റെ അച്ഛനോട് എന്താ ചോദിച്ചേ. അതായത് ഇവിടെ നോക്കിക്കേ, ഈ ഫസ്റ്റ് പാരഗ്രാഫ് 4th ലൈൻ നോക്കിക്കേ. ഫാദർ യു ആർ ഓൾഡ്, അച്ഛാ നിങ്ങൾ വയസ്സായിരിക്കുന്നു. സൂൺ യു ആർ ഗോയിങ് ടു ഡൈ, നിങ്ങൾ അടുത്തിനിപ്പോ മരിക്കാൻ പോകുന്നു. ദെൻ യു വിൽ ലീവ് മീ സം മണി, എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ഉടനെ തന്നെ മരിക്കും, അതായത് വയസ്സായില്ലേ, അപ്പൊ അത് കഴിഞ്ഞ് മരിക്കും. അപ്പൊ അതിനു മുമ്പ് വൈ ഡോണ്ട് യു ഗീവ് മീ ദാറ്റ് മണി നൗ, എനിക്ക് അവിടെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പൈസ എന്തുകൊണ്ട്, അതായത് സ്വത്തെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് അവൻ പോയത്. ആൻഡ് ഹി സെഡ് ഐ വാണ്ട് ടു ട്രാവൽ ആൻഡ് സീ ദ വേൾഡ്. അവൻ വീട് ഉപേക്ഷിച്ച് പോയി, അവൻ എല്ലാരെയും ട്രാവൽ ചെയ്ത് അവൻ സ്വത്തെല്ലാം വാങ്ങിച്ച് കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് സ്വത്തെല്ലാം വാങ്ങിച്ചിട്ടും തിരിച്ചു കയറി വന്നോ എന്ന് ചോദിച്ച് അവനെ വഴക്ക് പറയുക എന്നല്ല, അവൻ ആക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ വീട്ടിലോട്ട് കയറാൻ സമ്മതിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിച്ചത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ, സോ he wanted to return home, but he was afraid that his father would not forgive. അച്ഛൻ ക്ഷമിക്കത്തില്ല എന്ന് അവന് തോന്നി. But then he thought, this is silly. But then he thought, പിന്നീട് അവൻ ചിന്തിച്ചു, this is silly, അതായത് ഇത് വളരെ നിസ്സാര കാര്യമാണ്. Here I am living like a pauper. പോപ്പർ, PAUPER. പോപ്പർ മീൻസ് പാവപ്പെട്ട, തീരെ ആഹാരം ഒന്നും ഇല്ലാതെ ഒരു എക്സ്ട്രീം പോവർട്ടി ലെവലിൽ താമസിക്കുന്നത്. അതായത് ഒന്നും കഴിക്കാനില്ല, ആഹാരമില്ല, താമസിക്കാൻ സ്ഥലമില്ല, ആ ഒരവസ്ഥ. അപ്പോൾ ഇവിടെ അവൻ, അതായത് ഇവിടെ ഞാൻ അങ്ങനെയാ ജീവിക്കുന്നത്. ആ മകൻ വിചാരിക്കുകയാണ്, ഐ വിൽ ഗോ ബാക്ക് ഹോം ആൻഡ് ആസ്ക് ഫോർ ഫോർഗീവ്നെസ്. ഞാൻ അവിടെ അവന്റെ അച്ഛന്റെ വീട്ടിൽ തിരിച്ചു ചെന്നിട്ട് അവന്റെ അച്ഛനോട് മാപ്പ് ചോദിക്കും. അതായത് ക്ഷമാപണം നടത്തും, അല്ലെ മാപ്പ് ചോദിക്കും. ഐ വിൽ ടെൽ ഫാദർ ദാറ്റ്, ഞാൻ എൻ്റെ അച്ഛനോട് പറയും, ഐ ആം സോറി ഫോർ ഹർട്ടിങ് ഹിം. ഞാൻ അവന്റെ അച്ഛനെ, അതായത് ഞാൻ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചതില് എന്നോട് ക്ഷമിക്കുക, സോറി പറയും. ആൻഡ് ഫോർ വേസ്റ്റിംഗ് ഓൾ ഹിസ് മണി, അദ്ദേഹത്തിന്റെ പൈസ എല്ലാം ഇവൻ വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ ഇത് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോ ആ ട്രാവൽ ചെയ്യാനായിട്ട് എല്ലാം കൊണ്ടുപോയി. സോ അതിന് ആ ഒരു പൈസ എല്ലാം വേസ്റ്റ് ചെയ്തതിനും അവൻ സോറി ചോദിക്കും. ഇത്രയും അവനിങ്ങനെ സ്വയം ഇരുന്ന് പറയുകയായിരുന്നു. സോ ഹി റിട്ടേൺ ഹോം. അത് കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോയി. അവന്റെ അച്ഛനോട് മാപ്പ് ചോദിക്കാം എന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് പോയി. Since the day his son had left home, the father has been sad. ഈ മകൻ വീട്ടിൽ നിന്ന് പോയ അന്ന് മുതലേ തന്നെ father has been sad. അവന്റെ അച്ഛൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. Since the day his son had left home means വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അന്ന് മുതൽ തന്നെ അവന്റെ father has been sad, വിഷമത്തിലായിരുന്നു. Every day he would stand by the gate and wait for his son to return. അതായത് എവറി ഡേ, എല്ലാ ദിവസവും he would stand by the gate, ഗേറ്റിന് അടിയിൽ, അത് ഗേറ്റിന് മുന്നിൽ ഈ അച്ഛൻ വന്ന് നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാ? ആൻഡ് വെയിറ്റ് ഫോർ ഹിസ് സൺ ടു റിട്ടേൺ. അവന്റെ മകൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ
ഇപ്പൊ തിരിച്ചു വരും എന്ന് കാത്ത് അവിടെ നിൽക്കുമായിരുന്നു. One day the father saw his son at the gate. ഒരു ദിവസം നോക്കിയപ്പോൾ അവന്റെ മകൻ, അതായത് ആ അച്ഛന്റെ മകൻ, ഈ പൈസ എല്ലാം കൊണ്ട് ദൂർത്തടിച്ച മകൻ, അവൻ ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. He looked weak and tired. അതായത് അവൻ നല്ല ക്ഷീണിതനായും, അവൻ ടോട്ടലി വീക്ക്, അതായത് നല്ല ക്ഷീണിതനായും, അവന്റെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു, ആഹാരമൊന്നും കഴിക്കാതെ നല്ല ക്ഷീണം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ, അതായത് അത്രയ്ക്ക് ഉള്ള ഒരു മോശം അവസ്ഥയില് ആ അച്ഛന് അവനെ കാണേണ്ടി വന്നു. The father rushed down the path with his arms outstretched. അതായത് the father rushed down, അതായത് അവന്റെ ആ അച്ഛൻ ഉടനെ അവനെ കണ്ടതും ഓടിപ്പോയി. rush down the path, അതായത് ആ വഴിയെ ഓടിപ്പോയി, ആ ഗേറ്റിന്റെ അരികിലേക്ക് ഓടിപ്പോയി. വിത്ത് ഹിസ് ആംസ് ഔട്ട്സ്ട്രെച്ച്ഡ്, അതായത് അവന്റെ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ അച്ഛൻ അവന്റെ അടുത്തേക്ക് പോയി. അതായത് അവനെ സ്വാഗതം ചെയ്യാനായിട്ട് അവന്റെ കൈകാലുകൾ നീട്ടിപ്പിടിച്ച്, അതായത് ഓടി അവന്റെ അടുത്തേക്ക് പോവുകയാണ്. The son ran into his father's arms. അതായത് അവൻ കെട്ടിപ്പിടിക്കാനായിട്ട് കൈ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ആ മകൻ ഓടി വന്ന് അച്ഛന്റെ കൈക്കുള്ള, അതായത് നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ അത് കെട്ടിപ്പിടിക്കാനായിട്ടുള്ള ആ ഒരു ഓട്ടം അറിയാലോ, കൈ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു ഇതില് ഇങ്ങനെ ഓടി വന്നു, മകനും അതുപോലെ ഓടി വന്നു. They hugged each other. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. പ്ലീസ് forgive me father. അവനപ്പോ പറയുകയാണ്, പ്ലീസ് forgive me father, എന്നോട് ക്ഷമിക്കൂ അച്ഛാ. said the son crying. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. The father hugged him lovingly and said. ആ ഫാദർ അവനെ കെട്ടിപ്പിടിച്ചു, സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. and said, of course I forgive you. You are my dear son. ഓഫ് കോഴ്സ്, ഉറപ്പായും ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഐ ഫോർഗീവ് യു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. യു ആർ മൈ ഡിയർ സൺ, നീ എൻ്റെ പ്രിയപ്പെട്ട മകൻ ആണ്. ദ ഫാദർ വാസ് സോ ഹാപ്പി ദാറ്റ് ഹി ഫോർഗീവ് ഹിം ഫോർ എവറിത്തിങ്. ഫാദർ, ആ അച്ഛന് അവൻ സന്തോഷമായി. ദാറ്റ് ഹി ഫോർഗീവ് ഹിം ഫോർ എവറിത്തിങ്. ആ മകനോട് ഇത് ക്ഷമിച്ചതില് ആ അച്ഛന് നല്ല സന്തോഷം തോന്നി, ആ മകനും നല്ല സന്തോഷം തോന്നി. കാര്യം ആ അച്ഛൻ ക്ഷമിച്ചില്ലേ, വീട്ടിൽ കയറ്റിയില്ലേ. ഓക്കെ, ദ സൺ വാസ് എ ചേഞ്ച്ഡ് മാൻ നൗ. ആ മകൻ ആ സമയം കൊണ്ട് നന്നായിട്ട് ചേഞ്ച് ആയിരുന്നു, അതായത് അവൻ തിരിച്ചറിവുള്ള ഒരു മകനായി മാറിയിരുന്നു. ഹി സ്റ്റാർട്ടഡ് ഗോയിങ് ടു ഫീൽഡ് വിത്ത് ഹിസ് ഫാദർ. അതിനുശേഷം, അതായത് ഈ സംഭവത്തിന് ശേഷം, he started going to the field with his father. അതായത് ആ കൃഷിക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ആ മകനും കൂടെ പോകാൻ തുടങ്ങി. He decided never to hurt his father again. ആ മകൻ അപ്പോൾ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. ഡിസൈഡഡ്, തീരുമാനിച്ചു. never to hurt his father again. ഒരിക്കലും വേദനിപ്പിക്കരുത്. ഹർട്ട്, വേദനിപ്പിക്കുക. അപ്പോൾ നെവർ ടു ഹർട്ട്, വേദനിപ്പിക്കരുത്. ഹിസ് ഫാദർ അഗൈൻ, ആ അച്ഛനെ ഒരിക്കലും ഇനി വേദനിപ്പിക്കരുത് എന്ന് അവൻ തീരുമാനിച്ചു. അപ്പൊ അതാണ് നമ്മുടെ ചാപ്റ്റർ. മനസ്സിലായോ? കഥ മനസ്സിലായോ? എല്ലാരും അൺമ്യൂട്ട് ചെയ്തേ. മനസ്സിലായി? നന്നായിട്ട് മനസ്സിലായോ? മനസ്സിലായി സാർ. ഒരിക്കൽ വായിപ്പിക്കണം. അപ്പൊ ആദ്യം വായിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പോവാം, ക്വസ്റ്റ്യൻ ആൻസറിലേക്ക്. ജമീമ ആദ്യം കൈവയ്ക്കുക, അത് കഴിഞ്ഞിട്ട് നിനക്ക് തരാം കേട്ടോ. Okay. Abel had a son. He loved his
him very much. The father worked in the fields all day long, but the son was so lazy that he never helped his father. He only liked to have a good time with his friends. One day he told his father, "Father, you are old. Soon you are going to die. Then you will leave me money. Why don't you give me that money now? I want to travel and see the world." അടുത്ത പാരഗ്രാഫിൽ വായിച്ചു. The father was very sad to hear this. Nevertheless, he gave his son the money he had asked for. ഓക്കെ, അടുത്ത ആരാ വായിക്കാന്ന് പറഞ്ഞു? ആൻസിൽ വായിച്ചോ. The son traveled. The son Traveled from place to place. He had a good time with a new friend. As his money began to run out, his friend started leaving him. A day come when he had ഇവിടെ ശ്രദ്ധിച്ചു വായിക്കും. Day came. lacking on money left with him. All his friends that had left him by then. He had nowhere to go and nothing to eat. He found himself sitting with the pigs. He had to eat that the pigs what the pigs were eating. He missed home. His father. He wanted to return home, but he was afraid that his father would not forgive. But then he thought, this is silly. Here I am living like a pauper. Yeah, pauper. I will go back home and ask for forgiveness. I will tell father that I am sorry for hurting him and for wasting all his money. So he was returned home. Okay. അപ്പൊ അടുത്ത ആര് വായിക്കുന്നു? ഞാൻ വായിക്കാം. വായിച്ചു, ഹസൻ വായിച്ചു. Since the day his son had left home, the father has been sad. Every day he would stand by the gate and wait for his son to return. One day the father saw his son at the gate. He looked weak and tired. The father rushed down the path with his arms outstretched. The son ran into his father's arm. They hugged each other. "Please forgive me, father," said the son, crying. The father hugged him lovingly and said, "Of course, I forgive you. You are my dear son."
ഓക്കെ, അടുത്ത ആര് വായിക്കും? ഞാൻ വായിക്കാം. വായിച്ചോ. The father was so happy that he forgave him ഗീവ് അല്ല, ഗീവ്. ഇത് പാസ്റ്റ് ഫോം ആണ്. അപ്പോ രണ്ട് വാക്ക് എന്ന് പറയുന്ന രണ്ടും അർത്ഥം മാറും. ഫോർ ഗേവ് എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു, ഫോർ ഗീവ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ ഈ ക്ഷമിക്കുന്നു, ആ ഒരു കണക്കിനെ പറയാൻ പറ്റും. അല്ലാതെ ഫോർ ഗേവ് എന്ന് പറയുമ്പോൾ ക്ഷമിച്ചു കഴിഞ്ഞു എന്നാ പറയുന്നത് കേട്ടോ. forgave him for everything. The son was a changed man now. He started going to the field with his father. He decided never to hunt his father again. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ മനസ്സിലായോ നിങ്ങൾക്ക്? Yes, മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടേക്ക് ദ റൈറ്റ് ആൻസർ. We must learn to dash, hurt each other, forgive each other, none of this. Forgive each other. Forgive each other. നമ്മള് ക്ഷമിക്കാനാണ് പഠിക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. നമ്മള് ഇതിൽ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. അണ്ടർസ്റ്റാൻഡ് ദ തോട്ട്. ഇത് നമ്മൾ വായിച്ചില്ല. അപ്പൊ ഇതാരെങ്കിലും ഒരാൾ വായിച്ചേ? വായിക്കാത്ത ഒരാൾ വായിക്കാത്ത ഒരാള് ആരാ? വായിച്ചോ നേരത്തെ? ഓക്കെ, വായിച്ചോ. Sometimes it hurts unknowingly. We become unknowingly become energy, not only with other but with ourselves too. Instead of anyone, we must to forgive each other. Forgiveness means putting the energy aside. Putting the energy of anger aside and forgetting all that has happened. അതായത് സംടൈംസ് വി ഹർട്ട് ഈച്ച് അതർ അൺനോയിങ്ലി. അതായത് നമ്മൾ ചില സമയങ്ങള് അറിയാതെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ട്. വി ബിക്കം ആംഗ്രി നോട്ട് ഓൺലി വിത്ത് അതേഴ്സ് ബട്ട് വിത്ത് അവർ സെൽസ് ടു. ചില സമയം നമുക്ക് തന്നെ തോന്നത്തില്ലേ, നമ്മളോട് തന്നെ നമുക്ക് ദേഷ്യം തോന്നത്തില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മളോട് തന്നെ ദേഷ്യം തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് മറ്റുള്ളവരോട് മാത്രമല്ല ചില സമയം നമ്മളോട് കൂടാതെ നമുക്ക് സ്വയമായിട്ട് തന്നെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഹർട്ടിങ് എനിവൺ വി മസ്റ്റ് ലേൺ ടു ഫോർഗീവ് ഈച്ച് അതർ. അപ്പോ നമ്മള് എന്ത് ചെയ്യണം? ഇൻസ്റ്റെഡ് ഓഫ് ഹർട്ടിങ് എനിവൺ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിന് പകരം we must learn to forgive each other. നമ്മള് അവരോട് ക്ഷമിക്കുവാനായിട്ട് പഠിക്കണം. Forgiveness means, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Putting the anger aside and forgetting all that has happened. Putting the anger aside, ഈ നമ്മുടെ ദേഷ്യത്തെ ഒരു സൈഡ് മാറ്റി വെച്ചതിന് ശേഷം and forgetting all that has happened, അതായത് ഈ മോശമായിട്ട് സംഭവിച്ചതോ എല്ലാം മറന്നുകൊണ്ട് എപ്പോഴും ക്ഷമിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടില്ലേ,
അതായത് ഈ അച്ഛനോട് മോൻ കാണിച്ചത്, മോന് ഈ പൈസ എല്ലാം വാങ്ങിച്ചുകൊണ്ട് നാട് ചുറ്റാൻ പോയി, അവന്റെ കൂട്ടുകാരോടൊപ്പം ആഘോഷിക്കാനായിട്ട് പോയി. പക്ഷെ എന്നാൽ അവൻ തിരിച്ചു വന്നു. അവൻ തിരിച്ചൊന്നുമില്ലാത്തവനെ വന്നപ്പോൾ എല്ലാം മറന്ന് ആ അച്ഛൻ അവനെ സ്വീകരിച്ചു. അതായത് ക്ഷമിച്ച് സ്വീകരിച്ചു. അപ്പൊ അതാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ ഫോർഗീവ്നെസ്, ക്ഷമിക്കുക എന്നതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ മോറൽ എന്ന് പറയുന്നത്. നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കുക. കേട്ടോ? ഓക്കെ, നമ്മളിപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സൺ വാണ്ടഡ് ടു ഡാഷ് ഹാവ് എ ഗുഡ് ടൈം വിത്ത് ഹിസ് ഫ്രണ്ട്സ്, travel and see the world. Both of this. Travel and see the world. Both of these. Both of this. None of this. Both of this. ഓക്കെ, None of this. അവന് രണ്ടും ആവശ്യമുണ്ടായിരുന്നു. അതായത് അവന് ഫ്രണ്ട്സിനോടൊപ്പം നല്ല സമയം ചെലവഴിക്കണമെന്നുണ്ടായിരുന്നു, ആൻഡ് ട്രാവൽ ആൻഡ് സീ ദ വേൾഡ്. സോ ആൻസർ ഈസ് ഓക്കെ. The son missed Both of these. Both of these. both of this. ഏതാ ആൻസർ? അച്ഛനെ മിസ് ചെയ്തു. ഹോമിനെ മിസ് ചെയ്തു. അപ്പോ both of this. Okay, അടുത്ത fill in the blanks. The father worked in dash all day long. Field. 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 Field all day. Field. Okay. The field all day long. The son wanted to dash and see the world. Travel. Travel. And, Travel. okay. The son found himself sitting with dash. Pig. 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 Pigs. The son looked dash and dash. Big and tired. The son was a dash man. Change. അടുത്ത, true or false? Abhay loved his son very much. True. Sir. ആദ്യത്തെ പറഞ്ഞത് Fill in the blanks. Fill in the blanks. Last answer എന്താണ്? Change. changed man. അതായത് സൺ വാസ് എ ചേഞ്ച് മാൻ. അത് തിരിച്ചു വന്നു കഴിഞ്ഞുള്ളതാണ് പറയുന്നത്. അപ്പോ അവന്റെ ഇത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അവൻ ചേഞ്ച് ആയാണ് വന്നത്. കേട്ടോ? ഓക്കെ, അഭയ് ലവ്ഡ് ഹിസ് സൺ വെരി മച്ച്. ട്രൂ ഓർ ഫോൾസ്? True. True. The son was very hard working. True or false? False. False. The son only liked to have a good time with his friends. True or false? True. True. എന്താ ബാക്കിയുള്ളവർ എന്താ പറയാത്തെ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? True. ട്രൂ ആണോ ഫാൾസ് ആണോ? True. True. Yeah. The son did not return home. False. 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 അതെ, അവൻ തിരിച്ചു വന്നു. Okay, answer the question. What is forgiveness? എന്താ ക്ഷമിക്കുക എന്ന് പറയുന്നത്? എന്തായിരിക്കും? The past. Okay, forgiveness means നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. Putting the anger aside and forgetting all that has happened. അതായത് forgiveness എന്ന് പറഞ്ഞാല് നമ്മുടെ ആങ്കർ, ദേഷ്യം എല്ലാം മാറ്റിവെച്ചിട്ട് എല്ലാം മറന്ന് ക്ഷമിക്കുന്നതിനെയാണ്, എല്ലാം മറന്ന് നമ്മൾ പ്രവർത്തിക്കുന്നതിനെയാണ് forgiveness എന്ന് പറയുന്നത്. Okay, so forgiveness is putting the anger aside and forgetting all that has happened. Okay, second question. What did the son tell his father one day? എന്തായിരുന്നു അവന്റെ അച്ഛൻ, സോറി, ആ മകൻ ആ അച്ഛനോട് പറഞ്ഞത്? I want to travel and see the world. I want to travel and see the world. പറയണം കേട്ടോ. Father, you are old, you are going to die, then you will leave me money. ഇപ്പൊ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് I want to travel and see the world അത് പറഞ്ഞാലും മതി. മനസ്സിൽ അവിടെ എന്താടാ വേറെ ബഹളം? ഓക്കെ, വേറെ
എവിടെയോ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ദ ഫാദർ ഡു? എന്തായിരുന്നു അവന്റെ അച്ഛൻ ചെയ്തത്? He gave his son the money he had asked for. ഓക്കെ, കറക്റ്റ്. അതായത് അവൻ ചോദിച്ച പൈസ അത്രയും ആ അച്ഛൻ അവന് കൊടുത്തു. വാട്ട് ഡിഡ് ഹിസ് ഫ്രണ്ട്സ് ഡു വെൻ ഹി ഹാഡ് നോ മണി? അവന്റെ ആ പൈസ ഇല്ലായിരുന്നപ്പോൾ അവന്റെ ഫ്രണ്ട്സ് എന്താ ചെയ്ത്? ആദ്യം പറഞ്ഞു All his friends ഓക്കെ. മൂന്നാമത്തെ, വാട്ട് ഡിഡ് ദ ഫാദർ ഡു? എന്താ ചെയ്തത്? He gave his son the money he had asked for. അവന്റെ അച്ഛൻ എന്ത് ചെയ്തു? അവൻ പൈസ അത്രയും കൊടുത്തു. He gave his son the money he had asked for. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ആദിത്യം പറഞ്ഞ്. What did his father friends do when he had no money? എന്താ ചെയ്തത്? അവന്റെ പൈസ തീർന്നപ്പോ അവന്റെ ഫ്രണ്ട്സ് എന്താ ചെയ്തത് ആദിത്യ? His friends will left. Friends will വേണ്ട. Friends left him. The friends left him when എപ്പോഴാ അവനെ വിട്ടിട്ട് പോയത്? When he had no money. When he had left him. Left him by then. അതായത് ആ പൈസ എല്ലാം തീർന്നപ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി. വാട്ട് ചേഞ്ച് there in the son? ആയിരുന്നു ആ മകൻ, ആ സണ്ണിന് ഉണ്ടായിരുന്നത് തിരിച്ചു വന്നപ്പോ? He started going to the fields with his father. He decided never to hurt his father again. He started going to the field. അതായത് അവന്റെ അച്ഛന്റെ കൂടെ വയലുകളിലൊക്കെ പോവാൻ തുടങ്ങി. And he decided never to hurt his father again. അവന്റെ അച്ഛനെ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല എന്ന് തീരുമാനിച്ചു. ഇത്തരം ഒരു ചേഞ്ച് ആണ് ആ സണ്ണിന് അവിടെ ഉണ്ടായത്. അപ്പോ ഈ ചാപ്റ്റർ ഇത് മനസ്സിലായി? ഇതിലെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോ ഇത് ടോട്ടലി നന്നായിട്ട് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. മനസ്സിലായി. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഞാനിതിന്റെ നോട്ട് അയച്ചു തരാം. നോട്ട് ഞാൻ ഇന്ന് തന്നെ എന്തായാലും അയച്ചു തരും. ഏകദേശം അതിന് ആൻസർ കൂടെ ടൈപ്പ് ചെയ്യേണ്ട ഇതേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ അയച്ചു തരാം. ഇന്നലത്തെ പാഠത്തിൽ നോട്ട് അയച്ചു തന്നില്ല. അതാ പറയാ, അതും ഇതും കൂടെ ചേർത്ത് ഇനിയിപ്പോ അയച്ചു തരും കേട്ടോ. അപ്പൊ 2 ക്ലാസ് കൂടെ ഒരുമിച്ചുള്ളത് കൊണ്ടാ ഞാൻ വിചാരിച്ചത് രണ്ടും കൂടെ ഒരുമിച്ച് അയക്കാന്ന്. കാര്യം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയാം നിങ്ങളാരും അത് അങ്ങനെ പഠിച്ചു കാണത്തില്ല. എന്നാലും നിങ്ങൾ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റ് ഈ ചാപ്റ്റർ 5 പ്രാവശ്യം വായിക്കുക. ഈ ചാപ്റ്റർ 5 പ്രാവശ്യം വായിക്കുക. പാരന്റ്സിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. ആ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക കേട്ടോ. ചെയ്യാതിരിക്കരുത്, എല്ലാരും ചെയ്യണം. എടാ ഈ ചാപ്റ്ററിൽ ഇപ്പോ ഇതിപ്പോ ടെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ മുകളിലോ അല്ലെങ്കിൽ ഈ ചാപ്റ്റർ തീരുന്നതിന്റെ ഇവിടെ താഴെയോ എവിടെയെങ്കിലും ജസ്റ്റ് പാരന്റിനെ കൊണ്ട് സൈൻ ചെയ്യുക. അതും 5 പ്രാവശ്യം വായിച്ചതിന് ശേഷം. അല്ല അത് സൈൻ ചെയ്യിപ്പിക്കരുത്. ഇനി നിങ്ങൾ പറയും ഇത് സാറിന് സൈൻ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് സൈൻ ചെയ്യിക്കരുത്. വായിച്ചതിന് ശേഷം മാത്രം കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. രാഹുൽ
രാഹുൽ ഇത് ചോദിക്കാനുണ്ടോ? സാർ 2 ചാപ്റ്റർ വായിക്കട്ടെ? അത് 2 ചാപ്റ്റർ. അതും നിങ്ങളിപ്പോ ഇന്ന് തന്നെ ഇരുന്ന് ഇങ്ങനെ ഫുള്ള് വായിക്കണമെന്നില്ല. ഇന്നിപ്പോ ഒരു ചാപ്റ്റർ വായിക്കുക, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത വായിച്ചാൽ മതി. അടുത്തിന് നിങ്ങൾക്ക് ക്ലാസ് അടുത്ത ആഴ്ചയല്ലേ കാണത്തുള്ളൂ. അടുത്ത ആഴ്ച മിക്കവാറും ഇതുപോലെ ആയിരിക്കും. ഇതേപോലെ രാവിലെ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്. പിന്നെ നിങ്ങൾക്ക് ഇനി 4ാം ക്ലാസ്സിന് തിങ്കളാഴ്ച മലയാളം ഉണ്ടല്ലേ? പറ്റുമെന്നുണ്ടെങ്കിൽ ഈ തിങ്കളാഴ്ച എന്തായാലും അങ്ങനെ എടുക്കത്തില്ല. അല്ല എങ്കിൽ മലയാളം കഴിഞ്ഞതിന് ശേഷം. നാളെ ഉണ്ടല്ല ക്ലാസ്? നാളെ രാവിലെ. നാളെ ഞായറാഴ്ച അല്ലേടാ? നാളെ ക്ലാസ് ഇല്ല, നാളെ ഞായറാഴ്ച. നാളെ അവധി വേണ്ടേ? അയ്യോ, ക്ലാസ് വേണോ? എങ്കിൽ ഞാൻ എടുക്കാം. വേണോ? അയ്യോ, കുഴപ്പമില്ല. എന്തായാലും 3 ചാപ്റ്റർ ഒരുമിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാല് ശരിയാവത്തില്ല. അതുകൊണ്ട് 2 ചാപ്റ്റർ മതി. ഈ ആഴ്ചത്തേക്ക് ഇത് മതി. അടുത്ത ആഴ്ച നമുക്ക് ഇതേപോലെ 2 ചാപ്റ്റർ വെച്ചെടുക്കാം. എന്നാലേ പോർഷൻ തീരത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പോർഷൻ തീരത്തില്ല. കാര്യം നിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ ഇത്, അതുകൊണ്ടാ കേട്ടോ. അപ്പോ വേറൊന്നുമില്ലല്ലോ. ഇതിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഓക്കെ, നിങ്ങളുടെ ആ ചാപ്റ്റർ നമ്പർ 3 എടുത്ത് 3യിൽ ഒരു ഇവാലുവേഷൻ ഷീറ്റ് ഉണ്ട്, പേജ് നമ്പർ 16. അപ്പോ അവിടെ പറഞ്ഞിട്ടുള്ള ഇവാലുവേഷൻ ലിസ്റ്റ് ഒന്ന് നോക്കിയേ. ഡു യു ഹെൽപ്പ് അറൌണ്ട് ദ ഹൗസ്? നിങ്ങൾ വീട്ടിൽ സഹായിക്കാറുണ്ടോ? Given below is a list of few jobs which you may or may not be doing. ഇവിടെ താഴെ കുറച്ച് ജോലികൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നതാവാം, ചെയ്യാത്തതാവാം. പേജ് നമ്പർ എത്ര? 16. Give yourself a smiley. അപ്പോ അവിടെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഒരു സ്മൈലി കൊടുക്കുക. And give yourself a sad face if you do not do them. നിങ്ങൾ ചെയ്യാത്തതാണെങ്കിൽ അവിടെ ഒരു സാഡ് സ്മൈലി കൊടുക്കുക, വിഷമിച്ചിരിക്കുന്ന ഒരു സ്മൈലി കൊടുക്കുക. ഓക്കെ, റെഡിയാണോ? ഫസ്റ്റ് വൺ, ടൈഡിങ് അപ്പ് യുവർ റൂം എവറി ഡേ. നിങ്ങളുടെ റൂം നല്ല രീതിയിൽ വൃത്തിയാക്കാറുണ്ട്. ഉണ്ടോ? നിങ്ങളുടെ അമ്മയല്ല, ആരല്ല, നിങ്ങൾ വൃത്തിയാക്കാറുണ്ട്. ചെയ്യാറുണ്ടോ? ആരാ വൃത്തിയാക്കുന്നത്? അവിതാൻ. ഓക്കെ, നിന്റെ പാരന്റിനെ ഒന്ന് വിളിച്ചേ, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ വൃത്തിയാക്കോ ഇല്ല എന്ന്. ഇവിടെ ചുമ്മാ പറഞ്ഞത് അവിടെ ഇരിക്കും. വൃത്തിയാക്കും. അടുത്ത് ദേവിക, വൃത്തിയാക്കോ? ഓക്കെ, ജോബിന്റെ ആദ്യമേ ഇല്ലാന്ന് പറഞ്ഞു, സത്യസന്ധമായിട്ട് പറഞ്ഞു. നല്ലത്. ഓക്കെ, കുഴപ്പമില്ല. മേക്കിംഗ് യുവർ ബെഡ്. നിങ്ങളെ ബെഡൊക്കെ വൃത്തിയാക്കോ? പുട്ടിംഗ് അവേ യുവർ ടോയ്സ് ആൻഡ് ക്ലോത്ത്സ് ഇൻ ദ റൈറ്റ് പ്ലേസ്. അതായത് നിങ്ങളുടെ ടോയ്സും ക്ലോത്ത്സും എല്ലാം അതാത് സ്ഥാനങ്ങളിൽ തന്നെ വയ്ക്കും. ചെയ്യോ? ചെയ്യോ? Your toys and clothes in the right place. ആദ്യം നിങ്ങൾ പറയേണ്ടത് ചെയ്യത്തില്ല എങ്കിലും അത് സത്യസന്ധമായിട്ട് പറയണം. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ചെയ്തെന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾ അടിക്കാനൊന്നും പോകുന്നില്ലല്ലോ, ഇത് നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ജസ്റ്റ് ചോദിക്കുന്നു. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയുക. ഇത് ചെയ്തെങ്കിൽ മാത്രം ചെയ്തെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല, വേണ്ട, ചെയ്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അത് പിന്നീട് പതുക്കെ നിങ്ങൾ ചെയ്താ മതി കേട്ടോ. ലേയിങ് ദ ടേബിൾ ക്ലീൻ ആക്കി ഇടുക. ചെയ്യാറുണ്ടോ? ടേബിൾ വൃത്തിയാക്കുന്നുണ്ട്. ആഹാരം കഴിച്ചതിന് ശേഷം ടേബിൾ വൃത്തിയാക്കാനായിട്ട് അമ്മയെ സഹായിക്കാറുണ്ട്? ഇല്ല. ചെയ്യാറുണ്ട്? ഇല്ല. ഓക്കെ. Taking the dog out for walk. സാർ, എന്റെ വീട്ടിൽ ഡോഗ് ഇല്ല.
ഓ ഡോഗ് ഇല്ല. ഓക്കെ, സാരമില്ല. ഉണ്ടായിരുന്നേ കൊണ്ടുപോകുമായിരുന്നോ? നടക്കാനാ? നടക്കാൻ. ഇല്ല, കൊണ്ടുപോകില്ല, കടിക്കും. അയ്യോ, എടാ ഇത് എന്താ ദേവിക ചെയ്യോ? കടിക്കില്ല. കടിക്കൊന്നുമില്ല. അതുണ്ടല്ലോ ഈ നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ റയറായിട്ട് കണ്ടിട്ടുള്ള, കേരളത്തിന് പുറത്ത് ഞാൻ മുംബൈയിലായിരുന്നപ്പോ അവിടെ ഈ ആൾക്കാര് രാവിലെ വൈകുന്നേരം. മുമ്പേ പോയിട്ടുണ്ടാ? ഞാൻ മുംബൈയിലായിരുന്നടാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റി. ഞാൻ മുംബൈയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഏകദേശം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ വൈകുന്നേരം ഒക്കെ നടക്കാൻ വരുന്നത് ഈ പട്ടിയെയും കൊണ്ടായിരിക്കും. അവർക്കൊക്കെ എന്ന് വെച്ചാൽ കൂടിയ ഇനം പട്ടികൾ. എനിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷെ വലിയ എന്ന് പറയുന്ന കൂടിയ ഇനം പട്ടികള് അതൊക്കെ നല്ല കോസ്റ്റ്ലി ആണ്. ചിലത് 50,000, 1 lakh rupees, അതിനൊക്കെ അത്രയും വിലയുള്ള പട്ടികളൊക്കെയാണ് അവർ കൊണ്ട് നടക്കുന്നത്. അപ്പൊ അവർ എവിടെ നടക്കാൻ, അതിനെ നടത്തിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നോക്കുമ്പോ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളേ? വാട്ടറിങ് ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാറുണ്ട്. ഒഴിക്കാറുണ്ടോ? വെള്ളം ഇല്ലല്ലേ? ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട്. ഞാൻ വെള്ളം ഒഴിക്കൂല. ഞാൻ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കൂല. എടാ പക്ഷെ ഇടയ്ക്ക് ഒഴിക്കാൻ നോക്കണം കേട്ടോ. അടുത്തിട്ട് ഇത്ര ചിലപ്പോഴൊക്കെ ഒഴിക്കും. പ്ലാന്റ്സിന്റെ അടുത്ത് പോവുക. കിച്ചൺ, അതായത് കിച്ചണിൽ വെച്ച് അമ്മയെ സഹായിക്കും, കിച്ചണിൽ പോയി സഹായിക്കും. ഓക്കെ, അടുത്ത പാവം ജോയിട്ടേക്ക് ഇപ്പൊ തലയിൽ ഒരു അടി കിട്ടിയതേ ഉള്ളൂ. എന്തിനായിരുന്നു അത്? അഡ്മിറ്റ് ചെയ്തേ. ഓക്കെ. ഓക്കെ, bringing water for dad when he comes back home after office. ഓഫീസിൽ നിന്ന് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വരുമ്പോ വെള്ളമൊക്കെ എടുത്തോണ്ട് കൊടുക്കാറുണ്ട്. Putting away your school clothes and books in the right place. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമില്, ഇപ്പൊ എന്തായാലും സ്കൂളിൽ പോകുന്നില്ല, അപ്പൊ ബാഗ് ബുക്കും എല്ലാം കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാറുണ്ട്. Looking after your younger brother, sister when mom is sick. അതായത് നിങ്ങൾക്ക് അനിയനോ അനിയത്തിമാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുന്ന സമയത്ത് അവരെ നോക്കാറുണ്ട്. Tidying up the drawing room ക്ലീൻ ആക്കി ഇടാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ് സ്പേസ്, പടം വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സ്പേസ് എല്ലാം ക്ലീൻ ആക്കി ഇടാറുണ്ട്. ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞാൽ ഈ ലിവിംഗ് റൂം ആണ്. ഓക്കെ, അതാ പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് തിരുത്തിയത്. ഡ്രോയിങ് സ്പേസ് എന്ന് ചിലപ്പോൾ നീ മേശപ്പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എവിടെയാണോ അവിടെ ക്ലിയർ ആക്കി ഇടാറുണ്ട്. ഇപ്പൊ ചിലർക്കൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ചില വീടുകളിലൊക്കെ ആണെങ്കിൽ ഡ്രോയിങ് റൂം എന്നൊരു സെപ്പറേറ്റ് റൂം കാണും. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഇല്ലാത്തതുകൊണ്ട്, ഇപ്പൊ എന്റെ വീട്ടിലില്ല. അതുപോലെ നിങ്ങളുടെ മിക്കത് വീട്ടിലുണ്ടോ ഡ്രോയിങ് റൂം എന്ന സെപ്പറേറ്റ് റൂം ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു ഡ്രോയിങ് സ്പേസ്, അപ്പൊ ഏതാണോ ആ ഒരു സ്പേസ് ആണ്. Fetching newspaper and milk bottle from outside. പുറത്ത് പാൽക്കാരൻ പാൽ കൊണ്ട് വെക്കുമ്പോഴും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ടിടുമ്പോഴും അതെല്ലാം എടുക്കാൻ പോകാറുണ്ട്. ചെയ്യാറുണ്ടോ? പക്ഷെ ആ സമയത്ത് അവര് പാലും ഇതൊക്കെ കൊണ്ടുവരുമ്പോഴും നിങ്ങൾ എണീക്കാറുണ്ടോ? Okay. Putting your dirty clothes in the washing machine. അല്ലെങ്കിൽ അലക്കാനായിട്ട് കൊണ്ട് ഇടാറുണ്ട്. എന്താ? ഓക്കെ, ആദ്യത്തിന് ആലോചിക്കുക എന്ത് പറയണമെന്ന്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. അപ്പോ ഇത്ര തന്നെയാണ് ഇന്നത്തെ ക്ലാസ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ.